ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ടെന്ന് ഒരു വർഷം തികയുകയാണ്. പുതുപ്പള്ളി പള്ളിയിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഗോകുലുണ്ട് വിശദാംശങ്ങളുമായി. ഗോകുൽ, ഉമ്മൻചാണ്ടി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷമായിരിക്കുകയാണ്. പ്രമുഖരടക്കം, ഗവർണർ അടക്കമുള്ള പ്രമുഖർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ചടങ്ങുകൾ എത്തരത്തിലാണ് പുരോഗമിക്കുന്നത്? ഗോകുൽ. ഗവർണർ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗവർണർ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ അർപ്പിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ടാവും. ഈ പുതുപ്പള്ളി പള്ളി പാരിഷ് ഹാളിലാണ് ഈ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പള്ളി അങ്കണത്തിലേക്കാണ് ഗവർണർ ഇപ്പോൾ ആദ്യം വന്നത്. നേരെ കല്ലറയിലേക്കാണ്. അവിടെ എത്തി ഉമ്മൻചാണ്ടിക്ക് പുഷ്പങ്ങളും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും അർപ്പിച്ച് അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം പാരിഷ് ഹാളിലേക്ക് നീങ്ങുകയാണ്. അവിടെ അല്പസമയത്തിനകം തന്നെ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനം ആരംഭിക്കുന്നുണ്ട്. രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക രംഗത്തെ നിരവധി പ്രമുഖർ ഈ ഒരു ചടങ്ങിൽ ഭാഗമാക്കാവുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ശശി തരൂർ MP, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മറ്റ് സമുന്നതരായിട്ടുള്ള നേതാക്കൾ, ഷാഫി പറമ്പിൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിലവിൽ ഇപ്പോൾ പുതുപ്പള്ളി പള്ളിയിൽ ഉണ്ട്. അല്പസമയത്തിനകം തന്നെ അനുസ്മരണ സമ്മേളനം ആരംഭിക്കും. കാതോലിക്ക ബാവയടക്കമുള്ള സാമുദായിക നേതാക്കന്മാരും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ഇതര സമുദായങ്ങളിൽ നിന്നുള്ള മതപുരോഹിതന്മാരും അതോടൊപ്പം തന്നെ മറ്റ് സാംസ്കാരിക, സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരായിട്ടുള്ള ആളുകളും ഈ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്നുണ്ടാവും. അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. രാവിലെ 7 മണിയോടുകൂടി പള്ളിയിലെ പ്രാർത്ഥനകളൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു. 8:30-9 മണിയോടുകൂടി പള്ളിയിലും കല്ലറയിലും പ്രത്യേക പ്രാർത്ഥനകൾ പൂർത്തിയാക്കി. കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തീകരിച്ചത്. അതിനുശേഷം കരോട്ട് വള്ളക്കാലിൽ എന്ന ഉമ്മൻചാണ്ടിയുടെ തറവാട് വീട്ടിലും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അതും പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ അനുസ്മരണ സമ്മേളനത്തിലേക്ക് അതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പള്ളി അങ്കണത്തിൽ തന്നെയാണ്, പള്ളി അങ്കണത്തിലുള്ള പാരിഷ് ഹാളിൽ തന്നെയാണ് അനുസ്മരണ സമ്മേളനം ഉള്ളത്. ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ 100 കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഈ പാരിഷ് ഹാളിൽ തടിച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം പള്ളിയുടെ മറ്റ് ഭാഗങ്ങളിൽ, പള്ളി അങ്കണങ്ങളിലൊക്കെ തന്നെ ആളുകൾ നിറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തിക്കൊണ്ട് പ്രാർത്ഥനകൾ അർപ്പിക്കാനായിട്ട് ആളുകളുടെ നീണ്ട നിര രാവിലെ മുതൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഒരു വർഷം, അദ്ദേഹത്തിന്റെ വേർപാടിന് ഒരു വർഷം പൂർത്തിയാവുകയാണ്. ഈ വേളയിലും അദ്ദേഹത്തെ ജനങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണങ്ങൾ തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം അത്രത്തോളം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് ഓരോ ആളുകളും ഈ കല്ലറയിൽ എത്തി അദ്ദേഹത്തിന് പ്രാർത്ഥന അർപ്പിക്കുന്നത്. മുമ്പും അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം മാത്രമല്ല ഈ ഒരു കാഴ്ച ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അദ്ദേഹത്തിന്റെ വേർപാടുണ്ടായതിനു ശേഷം ഈ കല്ലറയെ ഒരു തീർത്ഥാടന കേന്ദ്രം പോലെ മാറി. ഇവിടേക്ക് ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും, പുതുപ്പള്ളിയിൽ നിന്ന് മാത്രമല്ല, അല്ലെങ്കിൽ കോട്ടയം ജില്ലയിൽ നിന്ന് മാത്രമല്ല, പുറത്തുനിന്ന് വരെ ആളുകൾ ബസ്സുകൾ പിടിച്ച് ഇവിടെ എത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ. ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. ഗവർണർ അടക്കമുള്ള പ്രമുഖർ ഇപ്പോൾ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ.